തുറസായ സ്ഥലത്തിരുന്ന് രാത്രിയിൽ ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതായി പരാതി. പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ വെച്ചാണ് സംഭവം നടന്നത്. ആക്രമണത്തിൽ പരിക്കേറ്റ 2 പേർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതൃത്വം രംഗത്തെത്തി. ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് കമ്മിറ്റി അംഗം ഹാരിസ്, ഡിവൈഎഫ്ഐ പ്രവർത്തകനായ രഞ്ജിത്ത് എന്നിവർക്കാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളത്. വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ രാത്രികാലത്ത് തുറസായ സ്ഥലത്ത് വാഹനത്തിന്റെ ബോണറ്റിൽ വെച്ച ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് പ്രകോപിതരായ ലഹരി സംഘം ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ചികിത്സയിൽ കഴിയുന്ന ഹാരിസ് പറഞ്ഞു. ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയപ്പെടുകയും ഞങ്ങളവരെ ചോദ്യം ചെയ്യുകയും അപ്പം അങ്ങനെ പ്രകോപിതരായിട്ട് അവർ ബിയർ ബോട്ടിലും കയ്യിലുണ്ടായിരുന്ന കമ്പിയോടിയും ഒക്കെ വെച്ച് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഒരു കുഴിയിലേക്ക് നമ്മളെ തള്ളിയിടുകയും എൻ്റെ കാല് ഒടിഞ്ഞു പോവുകയും ചെയ്തു. ഈ ലഹരി ഇതൊരു നമ്മുടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രം ആയതുകൊണ്ടും നമ്മളത് ചോദ്യം ചെയ്യപ്പെട്ടത്. അത് പരസ്യമായിട്ടുള്ള ലഹരി ഉപയോഗമായിരുന്നു. രാസലഹരി, കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഒരു വണ്ടിയുടെ ബോണറ്റിൽ വെച്ച് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാരിസിന്റെ കാലിന് ഒടിവ് സംഭവിച്ചു. രഞ്ജിത്തിന്റെ തലയ്ക്കാണ് പരിക്കുള്ളത്. അക്രമശേഷം സംഘം പ്രദേശത്തു നിന്നും രക്ഷപ്പെട്ടതായി ഹാരിസും രഞ്ജിത്തും പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതൃത്വം രംഗത്തെത്തി. കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് സെക്രട്ടറി CS സുധീഷ് ആവശ്യപ്പെട്ടു. രാത്രി കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ വെച്ച് ഡിവൈഎഫ്ഐ സഖാക്കളെ ലഹരി മാഫിയ സംഘങ്ങൾ മർദ്ദിക്കുകയുണ്ടായി. ആ മർദ്ദിച്ച സമയത്ത് ഡിവൈഎഫ്ഐ സഖാക്കൾക്ക് പരിക്കേറ്റ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ കർശനമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നും സ്വീകരിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് സൂചിപ്പിക്കാനുള്ളത്. ആക്രമണത്തിൽ പരിക്ക് സംഭവിച്ചവർ അടിമാലി പോലീസിൽ പരാതി നൽകി.